സേഠ് രമൺലാലും പത്നി ശാന്താബായിയും ഒരു നാൾ സാധു സത്യാനന്ദ തീർത്ഥരെ കാണാനെത്തി. സ്വാമിജി, അങ്ങയുടെ ആശ്രമത്തിൽ ഒരാഴ്ച താമസിക്കാനാണ് ഞങ്ങൾ വന്നത്. ആവട്ടെ, സന്തോഷം. എന്റെ ഭർത്താവ് ഒരു മുൻചൂണ്ടിക്കാരനാണ്. ഇടയ്ക്കിടെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെയാ പറയുന്നതെന്ന് നിശ്ചയമില്ല. എന്നെയും മക്കളെയും വേലക്കാരെയും ഒക്കെ ശകാരിക്കും. ദേഷ്യം വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയുമെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഏതായാലും ഒരാഴ്ച ഇവിടെ കഴിയുകയല്ലേ, ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കരുതോ? ഇനി ദേഷ്യം വരുമ്പോൾ ഈ ഭിത്തിയിൽ ഓരോ ആണി തറയ്ക്കണം. വൈകുന്നേരം ഞാൻ വന്ന് നോക്കും. ആണികൾ എണ്ണി എത്ര തവണ ദേഷ്യം വന്നു എന്നറിയാമല്ലോ. കരിയുടെ നിന്നോട് ഇതാ ഒരാണി. 7 ആണി തറച്ചു വെച്ചിട്ടുണ്ടല്ലോ. 7 തവണ ദേഷ്യം വന്നു. കുറയ്ക്കാൻ ശ്രമിക്കണം. ഞാൻ നാളെ വരാം. എടീ, നിന്നെ ഞാൻ ഇതാ ആണി. ഇന്ന് 5 ആണിയേ ഉള്ളൂ. ഓ, ദേഷ്യം കുറയുന്നുണ്ട്. വളരെ വ്യത്യാസമുണ്ട്. ഇന്ന് ഇതുവരെ 3 ആണിയെ തറച്ചിട്ടുള്ളൂ. ശാന്തേ, ഇന്ന് എനിക്ക് ഇതുവരെ ദേഷ്യം വന്നില്ല. ആണി തറയ്ക്കണമല്ലോ എന്നോർക്കുമ്പോൾ ദേഷ്യം തനിയെ ഇല്ലാതാകും. സ്വാമി, 2 ദിവസമായി ഒരു തവണ പോലും ദേഷ്യം വന്നിട്ടില്ല. എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഭിത്തി നിറയെ ആണികളാണല്ലോ. അതൊക്കെ കഴിഞ്ഞ നാളുകളിലേതാ. ഇനി ഈ ആണികളെല്ലാം പിഴുതെടുക്കണം. എല്ലാം പിഴുതെടുത്തു സ്വാമി. ഓഹോ, ഇനി നമുക്ക് ആ ഭിത്തി ഒന്ന് കാണാം. ആണി പിഴുതെങ്കിലും ഭിത്തി നിറയെ കുഴികളായി. അത് ഓരോ തവണ ദേഷ്യം വരുമ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സുകളിൽ ആണിയടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ദേഷ്യം മാറും, പക്ഷേ ആ മനസ്സുകളിലെ മുറിവുകൾ അവശേഷിക്കും. അതിനാൽ ഇനി ദേഷ്യം വരുമ്പോൾ ഈ ഇരുമ്പാണികളെ ഓർമ്മിക്കണം. എനിക്കെല്ലാം മനസ്സിലായി സ്വാമി.